ഇത്തരം എല്ലാ ധാർമ്മിക ച്യുതിയുടെയും അടിസ്ഥാന കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും സ്രഷ്ടാവിനെ കുറിച്ചുള്ള ബോധമില്ലാതാവുക. അതില്ലാതാക്കാനുള്ള വ്യാപകമായ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അവരുടേത് ഏറ്റവും ഗതികെട്ട, ഏറ്റവും ദുരന്തം പിടിച്ച ഒരു വിശ്വാസമായതുകൊണ്ട് അവർ കരുതിയ രീതിയിലേക്ക് അത് സമൂഹത്തെ സ്വാധീനിക്കാനൊന്നും പറ്റണില്ല. പണ്ട് മുതൽ തന്നെ മതമായിട്ട് ബന്ധമില്ലാത്ത മതപ്പേരിലുള്ള ചില ആളുകളൊക്കെ അവർക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് എക്സും വൈയും ഡബ്ല്യുവും മുസ്ലിമും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ശരിക്കും 2009 നാസ്തികനായ ദൈവം എന്ന രീതിയിൽ ഒരു പുസ്തകം കേരളത്തിലേക്ക് വരുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന യുക്തിവാദികളുടെ വലിയ നേതാവിൻ്റെ ദി ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകം ട്രാൻസ്ലേഷൻ ചെയ്ത് രവിചന്ദ്രൻ സി എന്ന് പറയുന്ന ഇന്നത്തെ നാസ്തിക മോർച്ചക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആ പുസ്തകം കേരളത്തിലേക്ക് ഇറക്കിയത്. അതിൻ്റെ പ്രചാരണാർത്ഥം അയാൾ 2010 മുതൽ സയൻസ് കോൺഫറൻസുകൾ എന്ന രീതിയിൽ വ്യാപകമായി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ഇപ്പോഴേക്ക് ഏകദേശം 10-16 വർഷം. അവിടുന്ന് ഇതുവരെ കുറച്ച് സമൂഹത്തെ ഈ നിരീശ്വരത്വം, അള്ളാഹു വേണ്ട, ഇസ്ലാം വേണ്ട, അത് ചെറിയ കുട്ടികളെ പോലും, പെൺകുട്ടികളെ പോലും, ക്യാമ്പസിലെ വിദ്യാർത്ഥിനികളെ പോലും, ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറിയ മക്കളെ പോലും വ്യാപകമായി സ്വാധീനിച്ചു എന്നല്ല ഞാൻ പറയണത്. നല്ല കുടുംബത്തിൽ ജനിച്ച് നന്നായിട്ട് വളർന്ന് ദീനൊക്കെ പഠിച്ച ആളുകളെ കുറിച്ചല്ല ഞാൻ പറയണത്. ദീനധാവിധി പഠിച്ച ആളുകളെ ഇത്തരം ഒരു വൃത്തികേടുകളും സ്വാധീനിക്കുകയില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്നതും അത് എല്ലാ അർത്ഥത്തിലും തെളിയിക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനൊന്നും അല്ലാത്ത ചില കാനേഷുമാര് മുസ്ലിങ്ങളെയൊക്കെ ഇത് സ്വാധീനിച്ചു. അതിൻ്റെ ഫലമായി കേരളത്തിൽ എന്ത് സംഭവിച്ചു? 2010 മുതൽ അധാർമികതയുടെ ഗ്രാഫ് നമ്മളൊന്ന് പരിശോധിക്കുക. കൊല്ലം വർദ്ധിച്ചു വരുന്നു. 2025 ഏറ്റവും കൂടുതൽ കൊലപാതകം നടന്നു, ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഏറ്റവും കൂടുതൽ കുടുംബഛിദ്രതയുണ്ടായി. നമ്മൾ മനസ്സിലാക്കിയ കേരളത്തിൽ നിലവിലുള്ള കുടുംബ കോടതികളിൽ അവർക്ക് ഏതാനും വർഷം കഠിനാധ്വാനം ചെയ്താൽ പോലും തീർക്കാൻ പറ്റാത്ത എത്ര ഡൈവേഴ്സ് അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു, വിവാഹമോചനത്തിൻ്റെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു. ഇനിയും വരട്ടെ. ഇത്തരം അള്ളാഹുവിനെയും റസൂലിനെയും പരലോകത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന് സമൂഹത്തെ മാറ്റുന്ന പ്രസ്ഥാനങ്ങൾ സക്രിയമാവട്ടെ. 2020 ആകുമ്പോഴേക്ക് മനുഷ്യന് ക്ഷാമം വരും. കേരളത്തിൽ കുറേ മനുഷ്യരൂപങ്ങളുണ്ടാകും. അവിടെ മാതാവിനും പിതാവിനും പ്രസക്തിയൊന്നുമില്ല, ബന്ധങ്ങൾക്ക് യാതൊരു മൂല്യമില്ല. സ്വന്തം മകളെയും പെങ്ങളെയും വരെ സെക്സിന് ഉപയോഗപ്പെടുത്തും. കാരണം ഇവരുടെ ക്ലാസ് അവിധത്തിൽ നടക്കുന്നുണ്ട്. ഇൻസിസ്റ്റ് എന്നാണ് പറയാ, അഗമ്യ ഗമനം. അതിൻ്റെ പോരിശ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ. സ്വന്തം പെൺകുട്ടിയെ ഇത്രമേൽ ശ്രദ്ധിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് ഈ വളർച്ചയിൽ അവളുടെ ജീവിതത്തിൽ ഒരു 10 പൈസയുടെ പങ്കില്ലാത്ത ഒരുത്തിന് കയ്യും പിടിച്ചു കൊടുത്തിട്ട് ഇനി നീ കൊണ്ടുപോയി എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറയുന്ന വിവാഹം ഏറ്റവും വലിയ വിഡ്ഢിത്താണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കണത്. പിന്നെ വളർത്തിയുണ്ടാക്കിയാൽ നമ്മളത് അനുഭവിക്കണം എന്ന്. നമ്മളൊരു മാവ് നട്ടു, പൊന്നാരിച്ച് വളർത്തി വലുതാക്കി, അതിൽ കായ്ഫലങ്ങൾ നന്നായിട്ടുണ്ടായി. പൊഴുക്കാൻ സമയത്ത് അയൽവാസിയെ വിളിച്ചിട്ട് ഇത് നിൻ്റെതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത് നിൻ്റെതാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒരു പെൺകുട്ടിയെ ചെറുപ്പത്തിലെ വളർത്തി പീഡിയാറ്റിക്കിനെ കാണിച്ച് ഓരോ ആവശ്യത്തിനും അവളോടൊപ്പം നിന്ന് ഭക്ഷണം കൊടുത്ത് അവരുടെ ലൈംഗിക പാകാകുന്ന സമയത്ത് ഇതുവരെ അതിലൊരു ബന്ധമില്ലാത്ത ഒരുത്തിനെ വിളിച്ച് നീ കൊണ്ടുപോയിക്കുമെന്ന് പറയാമെന്ന്. അതുകൊണ്ട് വിവാഹം ഇല്ലാതെ ആവണമെന്ന് പേര് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വരുന്നതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും കേരളം അധാർമികതയുടെ പറുദീസയായി മാറും. അക്രമങ്ങളും വൃത്തികേടുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈംഗിക രോഗങ്ങളും മറ്റുമുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറും. ഇങ്ങനെ യുക്തിവാദത്തിന് ചെറിയ രീതിയിൽ സ്വാധീനം കിട്ടാൻ കാര്യം എന്താണ്? നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ. ജിയോ എന്ന് പറയുന്ന കമ്പനിക്കാരൻ 3 മാസം സൗജന്യമായി നെറ്റ് കൊടുത്ത അക്കാലം മുതലാണ് ഇത് സമൂഹത്തിലേക്ക് എത്തിയത്. 3 മാസം കഴിഞ്ഞപ്പോൾ 3 മാസം പിന്നെയും കൊടുത്ത്. എന്തിനായിരുന്നു? സൗജന്യം കൊടുത്ത് ഈ നാടിനെ മൊത്തം അതിൽ കുത്തിയിരുത്താൻ. 100% അവർ വിജയിച്ചു. അങ്ങനെ 6 മാസം 9 മാസം സൗജന്യമായി കിട്ടിയ 2 GB തീർത്ത് അടിച്ചു പൊളിച്ച് വേറെ ലോകം സൃഷ്ടിച്ച സമൂഹത്തിന് മുന്നിൽ പിന്നെ ഒരു പൈസ മേടിക്കൽ തുടങ്ങി. ഇതിന്ന് പിന്നെ ഇറങ്ങിപ്പോരാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക, സ്രഷ്ടാവിനെയും പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുക, എന്നിട്ട് ഏറ്റവും ധർമ്മനിഷ്ഠരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എങ്കിൽ
ഈ യുവാക്കൾ നമുക്ക് പ്രതീക്ഷയായിരിക്കും. ഈ യുവതികൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്നവരായിരിക്കും, ലോകത്തിന് മുന്നിൽ മാതൃകകളായിരിക്കും. അല്ലെങ്കിൽ താന്തോന്നികളും തമ്മാടികളും സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയുമായി മാറിയ, പണ്ട് ആദർട്ട് വെല്ലസ്ലി എന്ന എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, ബുദ്ധിയുള്ള ചെകുത്താന്മാരായി നമ്മുടെ മക്കൾ മാറിയേക്കും. പടച്ചുറപ്പ് കാത്ത് രക്ഷിക്കട്ടെ.